ഹായ് ഫ്രണ്ട്സ്, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു സ്ക്വാഡ് കഴിഞ്ഞ ദിവസം കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. അതിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നതിനെക്കുറിച്ച് വലിയ രൂപത്തിൽ ബ്രസീലിലെ PVCയെ പോലെയുള്ള വലിയ ഫുട്ബോൾ നിരീക്ഷകർ വിമർശനവുമായിട്ട് മുന്നോട്ട് വന്ന ജാവോ പെഡ്രോയുടെ കാര്യമാണ്. PVC കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജാവോ പെഡ്രോയുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 15 ഗോളുകൾക്ക് പകരം, ലോകത്തെ ഏറ്റവും മികച്ച ലീഗായ പ്രീമിയർ ലീഗിലെ 15 ഗോളുകൾക്ക് പകരം സാൻഡോസിനായിട്ട് നെയ്മർ കളിച്ച 15 കളിക്കാണ് പ്രാധാന്യം കൊടുത്തത് ആഞ്ചലോട്ടിയെ പോലുള്ളൊരു പ്രൊഫഷണൽ കോച്ചിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു തീരുമാനമാണ് വന്നത്. ഇത് മാർക്കറ്റിംഗ് ആണ്, അതിനുവേണ്ടി നടത്തിയ ലോബിയിങ് ആണ്, CBFൻ്റെ ഒരു ഓർക്കസ്ട്രേറ്റഡ് സർക്കസ് ആണ് നമ്മൾ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. സംഗതി ശരിയാണോ എന്ന് ചോദിച്ചാൽ ജാവോ പെഡ്രോ അർഹിച്ചിരുന്നു വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം ഒരു അർത്ഥത്തിൽ. പക്ഷേ ബ്രസീലിന് വേണ്ടി കളിച്ചപ്പോൾ അദ്ദേഹം എന്ത് കളി കളിച്ചു എന്നുള്ളത് വേറെ ചോദ്യം അപ്പുറത്തുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്താണിപ്പോൾ ജാവോ പെഡ്രോയുടെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. ഇതേ ജാവോ പെഡ്രോയാണ് ചെൽസി അവരുടെ ഇക്കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തെന്ന കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ചെൽസിയുടെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം ജാവോ പെഡ്രോക്ക്. ആ ജാവോ പെഡ്രോ ഇതാ വേൾഡ് കപ്പ് സ്ക്വാഡിലില്ല. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതി എന്താണ് എന്ന് ESPN ബ്രസീൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ESPN ബ്രസീലിൻ്റെ ജേർണലിസ്റ്റ് ബ്രൂണോ അൻഡ്രാഡെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജാവോ പെഡ്രോ വളരെ അപ്സെറ്റാണ്, വളരെ ദുഃഖിതനാണ്. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തതിൽ വളരെയധികം ഡിസ്റ്റർബ്ഡുമാണ്. പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വിചാരിച്ചത് താനും നെയ്മറും ഒരുമിച്ച് സ്ക്വാഡിൽ ഉണ്ടാവുമെന്നാണ്. നെയ്മർ ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. താനും നെയ്മറും ഒരുമിച്ച് ഉണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. ഇൻ അതർ വേർഡ്സ്, ഒരാൾ മറ്റൊരാളുടെ സ്പോട്ട് എടുക്കില്ല. ഒരാളുണ്ടെങ്കിലും മറ്റാളും ഉണ്ടാവും എന്നാണ് കരുതിയത്. ഇപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല. ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട് വിശദീകരണം പറഞ്ഞുകൊണ്ട് ദേശീയ ടീമിൽ നിന്നുള്ള ഒരാളും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുകൂടി താരം സങ്കടം പറയുന്നു. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരുമിച്ച് കൂടിയാണ് കോളപ്പ് കണ്ടിരുന്നത്, വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് കണ്ടിരുന്നത്. ഒരു പ്രതീക്ഷിത താരം എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവുമെന്നാണ്, അതുണ്ടായില്ല. ഏതായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജാവോ പെഡ്രോ എടുക്കാത്തത് ശരിയായില്ല, അതല്ല ജാവോ പെഡ്രോക്ക് എന്തിനാണ് ആവശ്യമില്ല എന്നാണോ ബ്രസീലിയൻ ഫാൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചെൽസിയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ കളി കാണുന്ന സാധാരണ ഫുട്ബോൾ ഫാൻസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ കോളപ്പിലെ ഏറ്റവും വലിയ ചർച്ച ജാവോ പെഡ്രോയെ ഒഴിവാക്കിയെന്നത് തന്നെയാണ്. ജാവോ പെഡ്രോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചെൽസിയിലെ പെർഫോമൻസ് വെച്ച് ഈ സ്ക്വാഡിൽ ഉൾപ്പെടാൻ അർഹത ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ബ്രസീലിന് വേണ്ടി കളിച്ചപ്പോഴൊന്നും അദ്ദേഹം ആ ഒരു മികവ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടാലൻറ്റഡ് ആണ്, പക്ഷേ ആ ടാലൻറ്റിനനുസരിച്ചുള്ള പെർഫോമൻസ് ബ്രസീൽ ടീമിൽ അദ്ദേഹം പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ അർത്ഥത്തിൽ അത് പറയാം, അദ്ദേഹത്തെ ഒഴിവാക്കാം, എന്നിട്ട് നെയ്മറെ കളിപ്പിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് ചില ബ്രസീലിയൻ താരങ്ങളും ഇല്ലേ, ഗബ്രിയൽ മാർട്ടിനെല്ലി. നോക്കുക നിങ്ങൾ, അദ്ദേഹം അവരുടെ ടീമിൻ്റെ ബെഞ്ചിലാണ് അധികവും ഉണ്ടാവുക. ആഴ്സണലിൻ്റെ അദ്ദേഹത്തെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിക്കാറില്ല. അങ്ങനെയുള്ള ഒരാളെ കോളപ്പ് ചെയ്യുന്നതിനേക്കാൾ ജാവോ പെഡ്രോയെ പോലുള്ള ഒരാളെ കോളപ്പ് ചെയ്യുന്നതല്ലേ ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മാർട്ടിനെല്ലി വിങ്ങറല്ലേ, ജാവോ പെഡ്രോ അങ്ങനെ കളിക്കുന്ന ആളല്ലല്ലോ. ആയിക്കോട്ടെ, മാർട്ടിനെല്ലി വിങ്ങറാണ്. മാർട്ടിനെല്ലിയെ ഒഴിവാക്കിയാലും ബ്രസീലിലെ വിങ്ങർമാരില്ലെന്നാണോ പറയുന്നത്? വിനി ജൂനിയർ ഇടതുപാർശ്വത്തിൽ കളിക്കുന്ന ആളാണ്, മാർട്ടിനെല്ലി ഇടതുപാർശ്വത്തിൽ കളിക്കുന്ന ആളാണ്. വിനി ജൂനിയർ മാർട്ടിനെല്ലി ഇല്ലെങ്കിൽ റാഫീഞ്ഞയെ വേണമെങ്കിൽ അവിടെ കളിപ്പിക്കാം. റാഫീഞ്ഞ വലതിലും ഇടതിലും ഒരുപോലെ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. റയാനും ലൂയിസ് എൻറിക്കയും ഉണ്ട് വലത് പാർശ്വത്തിൽ കളിക്കാൻ. ഇപ്പോൾ വിനിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാലേ റാഫീഞ്ഞ സബ്ബാക്കി ആരാണ് ഇടതുപാർശ്വത്തിൽ ബാക്കപ്പ് എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് വിനിക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ റാഫീഞ്ഞ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാഴ്സയിലൊക്കെ അങ്ങനെ അദ്ദേഹം എത്ര കളി കളിക്കുന്നു. ഇനി വലത് പാർശ്വത്തിലാണെങ്കിൽ അപ്പോൾ റാഫീഞ്ഞയെ മാറ്റിയാൽ ആര്? റയാൻ കളിക്കും, ലൂയിസ് എൻറിക്ക് കളിക്കും. ഇനി ഇവർ വേണമെങ്കിലും ഇടതുപാർശ്വത്തിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള വേഴ്സറ്റൈൽ പ്ലേയേഴ്സാണ് എന്ന കാര്യം കൂടി നോക്കുക. അപ്പോൾ സിംപ്ലി എനിക്ക് പറയാനുള്ളത്, കാർലോ ആഞ്ചലോട്ടി ചെയ്തത്
വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഒരർത്ഥത്തിൽ. പലപ്പോഴും ഈ സ്ക്വാഡിൽ അവസരം കൊടുത്തു, ജാവോ പെഡ്രോയെ കൊണ്ടുവന്നു, കളിപ്പിച്ചു നോക്കി. പക്ഷേ വേണ്ടത്ര ആ ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്യുന്ന രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയില്ല. അതുകൊണ്ട് പുറത്താക്കി. ഇതാണ്, അല്ലെങ്കിൽ വേൾഡ് കപ്പിന് കൊണ്ടുപോയില്ല. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി ജാവോ പെഡ്രോയുമായിട്ട് ആൻഡ്രേ റൈസക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറയുകയുണ്ടായി. റൈസക്കിനെ ബ്രസീലിയൻ ഫുട്ബോളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. CBFുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റായിട്ട് പല പരിപാടികളിലും നമ്മൾ കാണാറുള്ളൊരു മുഖമാണ് ആൻഡ്രേ റൈസക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ജാവോ പെഡ്രോയെ കഴിഞ്ഞ വർഷം കണ്ടിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത്. അപ്പം ഞാൻ സൈഡ് ലൈനിൽ ഫീൽഡ് വർക്കിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അപ്പം ജാവോ പെഡ്രോ വാമപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ചെൽസിക്ക് വേണ്ടി പാൽമിറാസിനെതിരെ കളിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു, ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. വളരെ സിമ്പിൾസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം ഇടപഴകിയത്. വളരെ കുറഞ്ഞ സെക്കൻഡുകൾ. അത് വളരെ കൃത്യമാണ്. അദ്ദേഹം എത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. അപ്പം വളരെ ഇൻക്രെഡിബിളി ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. ആ രൂപത്തിലാണ് ഞാൻ ജാവോ പെഡ്രോയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഇമോഷണൽ ഇൻ്റർവ്യൂ ഞങ്ങൾ നടത്തുകയുണ്ടായി, ഒക്കെ ചെയ്തിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ റിഗ്രറ്റ്, ഇപ്പം ജാവോ പെഡ്രോയെ ഒഴിവാക്കിയാൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടെങ്കിൽ ആ റിഗ്രറ്റ് ജാവോ പെഡ്രോ വളരെ ജെന്യുവിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ജീവിത സ്വപ്നം, ജീവിതാഭിലാഷം, ഡ്രീം എന്ന് പറയുന്നതാണ് വേൾഡ് കപ്പിന് പോവുക എന്നുള്ളത്. ജാവോ പെഡ്രോയെ പോലെയുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളുടെ ഡ്രീം ഞാൻ എടുത്തു കളഞ്ഞല്ലോ എന്നൊരു സങ്കടം ആഞ്ചലോട്ടിക്കുണ്ടാവാം. പക്ഷേ ലൈഫ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ ജാവോ പെഡ്രോക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ജാവോ പെഡ്രോയുടെ സ്റ്റോറി ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടം മുതലാണ് ഇനി നല്ല കാലം വരാനുള്ളത് എന്നാണ് ആൻഡ്രേ റൈസക്ക് ഒരു ആശ്വാസം, സമാശ്വസിപ്പിക്കുക എന്ന രൂപത്തിൽ പറഞ്ഞത്. ഏതായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നെയ്മർ ജൂനിയറെ കളിപ്പിക്കുക എന്നുള്ളതാണ് കോച്ച് ഉദ്ദേശിച്ചത്. അപ്പോൾ ജാവോ പെഡ്രോയെ വേണ്ട എന്ന് വിചാരിച്ചത്. നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു വിവരം റിപ്പോർട്ടുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. നെയ്മർ ഒരു ജാവോ പെഡ്രോ രണ്ടാൾ ഒരാളെ ഉണ്ടാവുകയുള്ളൂ എന്ന്. നെയ്മർ ഉണ്ടെങ്കിൽ ജാവോ പെഡ്രോ ഉണ്ടാവില്ല, ജാവോ പെഡ്രോ ഉണ്ടെങ്കിൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം അങ്ങനെ വിചാരിച്ചിരുന്നു, ഞങ്ങൾ രണ്ടുപേരെയും എടുക്കുമെന്ന് ജാവോ പെഡ്രോ വിചാരിച്ചിരുന്നു. പക്ഷേ അതല്ല കോച്ചിൻ്റെ പ്ലാനിലുള്ളത്. സോ വേൾഡ് കപ്പിന് ജാവോ പെഡ്രോ ഇല്ല എന്നുള്ളത് ബ്രസീലിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആണ്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളും ഇതുപോലെയുള്ള വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.